ആ ഇബ്നു തൈമിയ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ പറയില്ല, അത് ശിർക്ക, അത് തെറ്റാണ്, കുഫ്രിയത്താണ്, കുഫ്രിയത്തിന്റെ പേരിൽ അവനെ കൊന്നുകളയണം. ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ ശ്രദ്ധേയമാണ്, അസ്സാരിബുൽ മസ്ലൂൽ, മൂർച്ചയേറിയ ഊരപ്പെട്ട ഖഡ്ഗം അലാ ശാത്തിമിർ റസൂൽ, പ്രവാചകനെ ആക്ഷേപിക്കുന്നവനെതിരെ, റസൂലിനെ ആക്ഷേപിക്കുന്നവനെതിരെ ഊരപ്പെട്ട മൂർച്ചയേറിയ ഖഡ്ഗമെന്നാണ് ആ കിതാബിന്റെ പേര് തന്നെ. അപ്പൊ റസൂലുള്ളാഹിന്റെ മൗലൂദ് ഓതാത്തവൻക്കെതിരെയുള്ള വാള്. അപ്പൊ ഇബ്നു തൈമിയുടെ വാള് ആരെ നെഞ്ചത്തുക്ക? സുന്നികളുടെ നെഞ്ചത്തുക്കല്ല, അനുയായികളുടെ നെഞ്ചത്തുക്ക തന്നെ വീശിയത് ഇബ്നു തൈമിയ. റസൂലുള്ളാഹിനെ ആക്ഷേപിച്ച് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെപ്പോലെ വെറും ഒരു സാധാരണക്കാരാണ്, യാതൊരു പ്രത്യേകതയുമില്ല എന്ന് പറയുന്ന ഈ വിഭാഗം അല്ലാഹു തആല പറയുന്നു, ആമിനൂ കമാ ആമനന്നാസ്, നിങ്ങൾ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കണം. അതിൽ മായം ചേർക്കാൻ പാടില്ല. സ്വഹാബികൾ എന്തൊന്ന് വിശ്വസിച്ചോ ആ വിശ്വാസമാണ് നിങ്ങൾക്കും വേണ്ടത്. സഹാബികൾ നബിയെ കുറിച്ച് എങ്ങനെ വിശ്വസിച്ചോ അതുപോലെയാണ് നിങ്ങളും വിശ്വസിക്കേണ്ടത്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ അടിമയാണ്, ദാസനാണ് എന്ന് സഹാബികൾ വിശ്വസിച്ചതിനോട് കൂടെ തന്നെ ആ പ്രവാചകൻ നമ്മെ പോലെ ഒരു സാധാരണ മനുഷ്യനല്ല എന്നും ഭാവി കാര്യങ്ങളെ കുറിച്ച് പ്രവചിക്കാൻ ശക്തിയുള്ള കെൽപ്പുള്ള വിജ്ഞാനമുള്ള ഒരു പ്രവാചകനാണെന്നും സഹാബികൾ നബിയെ കുറിച്ച് മനസ്സിലാക്കിയതായിക്കൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു തങ്ങള് അവിടുത്തെ സന്നിധാർത്ഥികൾ നിന്നുകൊണ്ട് സ്തുതിഗീതം പാടിയപ്പോ ആ സ്തുതിഗീതത്തിന്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം ബുഖാരി സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നു. എന്ത് പറഞ്ഞാലും ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കുന്നത് തന്നെ ഇവരുടെ വിവരക്കേടാ. പോട്ടെ, ഇത് ബുഖാരി തന്നെയുണ്ട്. റസൂലുള്ളാഹിന്റെ ഹദീസ് ലോകത്താകമാനം 10 ലക്ഷമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ നമ്മെ അറിയിക്കുന്നത്. ഈ 10 ലക്ഷം ഹദീസിന്റെ കൂട്ടത്തിൽ നിന്ന് വെറും 4000 ചില്ലാനം ഹദീസ് മാത്രമാണ് സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ളത്. ബാക്കി 9,96,000 ഹദീസ് സഹീഹുൽ ബുഖാരിക്ക് പുറത്താ. പിന്നെ ചോദിക്കുന്നതൊക്കെ ബുഖാരിയിലുണ്ടോ ചോദിക്കുന്നത് വിഡ്ഢിയല്ലാതെ ഹംക്കല്ലാതെ ചോദിക്കൂ. അങ്ങനെ ബുഖാരിയിൽ വെറും 4000 ഹദീസല്ലേ കാണൂ. ബാക്കിയുള്ള 9,96,000 ചില്ലാനം ഹദീസ് ബുഖാരിക്ക് പുറത്താടോ. ഈ 9,96,000 ഹദീസിന് ഒരു വിലയില്ലേ? അത് ബുഖാരിക്ക് പുറത്തല്ലേ കാണൂ. പോട്ടെ, ഇത് പിടിച്ചോ, ഇത് ബുഖാരി തന്നെ പിടിച്ചോ. എന്താ ഇബ്നു റവാഹ പറഞ്ഞത്? വഫീനാ റസൂലുള്ളാഹി യത്ലു കിതാബഹു ഇദൻ ശക്ക മഅറൂഫുൻ മിനൽ ഫജ്രി സാത്തിഉ സ്വലാത്തും വതസ്ലീമു. ഇത് ബുഖാരിയിലെ മൗലൂദാ. അതുകൊണ്ട് സലാത്ത് ചൊല്ലി നമുക്ക് മൗലൂദ് ഓതാ. സലാം ബൈത്ത് ചൊല്ലിയിട്ട് ജവാബ് ചൊല്ലി മൗലൂദ്. ബുഖാരിയിലെ മൗലൂദ് ആർക്കും ഓതാലോ. സുന്നിയേതരകക്ഷികളായ വിദ്യാർത്ഥികാരുണ്ടെങ്കിൽ അവരും ചെല്ലട്ടെ ഈ മൗലൂദ്. ഇത് ബുഖാരിയിൽ വന്ന മൗലൂദാണല്ലോ. അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മുഖിനാതുൻ മാ ഖല വാഖിഉ സ്വലാത്തും വതസ്ലീമു. എന്താ നബിയെ കുറിച്ച് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ പ്രഭാതം പൊട്ടി വിളരുന്ന ഘട്ടത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആ പ്രവാചകനുണ്ട്. ആ പ്രവാചകനാണ് ഞങ്ങൾക്ക് ഹിദായത്താകുന്ന ആ മാർഗദർശനം നൽകിയത്. ലലാലത്താകുന്ന അന്ധതയിൽ നിന്ന് ഞങ്ങളെ കൈപിടിച്ച് കരകയറ്റിയ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞങ്ങൾ സഹാബത്തിന്റെ മനസ്സിലുള്ള ധാരണയും വിശ്വാസം എന്താണെന്നറിയാമോ? അറാനൽ ഹുദാ ബഅദൽ
അമാഫാ ഖുലൂബുനാ ബിമുഖിനാതുൻ മാ ഖാല വാഖിയു. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത് ബിഹി മുഖിനാതുൻ മാ ഖാല വാഖിയു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഭാവിയെ സംബന്ധിച്ച് നാളെ എന്ത് സംഭവിക്കുമെന്ന് ഇന്ന് പറഞ്ഞാൽ അത് അപ്രകാരം തന്നെ സംഭവിക്കുമെന്ന അടിയുറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ സ്വഹീഹിൽ വാല്യം 1 പേജ് 155 റിപ്പോർട്ട് ചെയ്യുന്നു. കണ്ടോ, റസൂലുള്ളാഹിക്ക് ഭാവി കാര്യം അറിയുന്നു, നാളത്തെ കാര്യം അല്ലാഹുക്കറിയും. ഭാവിയിൽ ഇന്നത് ഉണ്ടാകുമെന്ന് റസൂല് പറഞ്ഞാൽ അത് അപ്രകാരം തന്നെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ദൃഢവിശ്വാസമാണ് എന്ന് സഹാബികൾ വിശ്വസിച്ചുവെങ്കിൽ സഹാബികൾക്കുള്ള വിശ്വാസം നബിയെ കുറിച്ച് എന്തായിരുന്നു? നബി ഒരു സാധാരണക്കാരനല്ല. നമുക്കറിയോ നാളത്തെ കാര്യം? ഏതെങ്കിലും മുസ്ലിയാർക്കോ മൗലവിക്കോ നാളെ ഇന്ന് സംഭവിക്കുമെന്ന് പറയാനൊക്കുമോ? എന്നാ റസൂലിന് പറയാൻ പറ്റുന്ന സഹാബികൾ പറയും. അത് വിശ്വസിക്കൽ ശിർക്കാണെങ്കിൽ ലോകത്തുള്ള സകല മുസ്ലിങ്ങളും മുശ്രിക്കീങ്ങള്, സഹാബികളടക്കം മുശ്രിക്കീങ്ങള്, ഈ പറയുന്ന ആളുകൾ മാത്രമാണ് മുവഹ്ഹിദീങ്ങളെങ്കിൽ സ്വർഗത്തിൽ കുറെ സ്ഥലം ബാക്കിയാകുമല്ലോടോ മോനെ. അല്ല പറയുന്നത് അർളുഹ സമാവാതു വൽ അർള്, സ്വർഗത്തിന്റെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ ആകാശഭൂമി കണക്കെ വിശാലമാണെന്നാ. ഹിജറ 1111 മുതലുള്ള ആളുകൾ മാത്രമാണോ സ്വർഗത്തിൽ കിടക്കുന്നെങ്കിൽ സഹാബികളടക്കം ഈ വിശ്വാസത്തിന് നരകത്തിലാണെങ്കിൽ സ്വർഗത്തിൽ കുറെ സ്ഥലം ബാക്കിയായി പോകും. അതാർക്ക് കൊടുക്കുന്ന അള്ളാഹ്ക്ക് ഒരു പിടുത്തമില്ലാണ്ടിരിക്കും. ഇതാർക്കാ കൊടുക്കുക? നാം ചിന്തിച്ചു നോക്കണം. അപ്പൊ ഇവിടെ പറയുന്നത് വാസ്തവത്തിൽ ഇവർ പറയുന്ന തൗഹീദ് അല്ല, ഇസ്ലാം പഠിപ്പിച്ച തൗഹീദ് അതല്ല. ഇവര് പറയുന്നത് ഖുർആൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ ആരാധിക്കുന്നവരും ആരാധിക്കപ്പെടുന്നവരും ഒക്കെ നരകത്തിലാണ് എന്നല്ലേ. സുന്നികളൊക്കെ ഔലിയാക്കൾ ആരാധിക്കുന്നു, റസൂലുള്ളാഹിനെ ആരാധിക്കുന്നു, റൗളാ ശരീഫിൽ ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട പുണ്യപ്രവാചകനെ വിളിച്ചുകൊണ്ട് ആരെങ്കിലും ദുആയിരന്നാൽ അവനപ്പ മുശ്രിക്കായി എന്ന് പറയുന്നുവെങ്കിൽ യാ റസൂലല്ലാഹ് യാ നബിയല്ലാഹ് സ്വലാത്തു വസ്സലാമു അലൈക യാ ഹബീബി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ് യാ സയ്യിദൽ മുർസലീൻ യാ ഖാതിബൻ നബിയീൻ വയാ ഇമാമൽ മുത്തഖീൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പുണ്യപ്രവാചകനോട് എന്തെങ്കിലും ആവശ്യം പറയുകയാണെങ്കിൽ അവൻ മുശ്രിക്കാകുന്നു എങ്കിൽ ആ സുന്നികളൊക്കെ തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്യലുകൊണ്ട്, ഔലിയാക്കന്മാരുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യലുകൊണ്ട്, ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ മക്ബറകൾ സിയാറത്ത് ചെയ്യലുകൊണ്ട് അവരൊക്കെ മുശ്രിക്കുകളാകുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ആരൊക്കെ മുശ്രിക്കാവണം. മക്ബറ ചെന്ന് സിയാറത്ത് ചെയ്യൽ അവരെ ആരാധിക്കല, ഖബറിനെ സിയാറത്ത് ചെയ്യൽ ആരാധിക്കലാണോ? മരിച്ച ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പൊറുക്കലിനെ തേടുന്നു. അല്ലാതെ അവരെ വിളിച്ചുകൂടെ ആരാ പ്രാർത്ഥിക്കണ്? ഇവർ പറഞ്ഞു അല്ലാഹു അല്ലാത്ത മറ്റാരെയും വിളിക്കാൻ പാടില്ല. വിളിക്കലും ആരാധനയാണ്. അല്ലാഹു അല്ലാത്ത മറ്റാരെയും വിളിക്കാനും പാടില്ല. അങ്ങനെ നിങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ സാധാരണ വായിൽ ഒരാൾ ഉമ്മ, എന്റെ ഉമ്മ എന്ന് വിളിക്കും. അപ്പൊ മുശ്രിക്കായി പോയില്ല. എന്റെ അള്ളാഹ് കൊടുത്ത് എന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ മുശ്രിക്കായി പോയില്ല. ഈ പറയുന്ന മുത്തദീങ്ങളടക്കം അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകൂലേ? എന്റെ വാപ്പ, എന്റെ ഉമ്മ എന്നൊരാൾ വിളിച്ചാൽ അപ്പൊ കാഫറായ. ഒരപകടം പെട്ടെന്ന് വരുന്ന സമയത്ത് മറ്റൊരാളെ സഹായത്തിന് വിളിച്ചാൽ മുശ്രിക്കായി പോകുവോ? കാഫറായി പോകുവോ? ഒരാളൊരു വണ്ടിയിൽ പോകണം, അല്ലെങ്കിൽ നടന്നു പോകുമ്പോ ഒരു കുഴിയിൽ വീണ് എതിരെ ഒരാൾ നടന്നു വരുന്നുണ്ട്. ആ കുഴി വീണ ആളെ കുറിച്ച് ആ നടന്നു പോകുന്ന ആള് കണ്ടിട്ടില്ല. മറ്റൊരുത്തന്റെ സഹായം കൂടാതെ കുഴിയിൽ നിന്ന് എണിക്കാനും വയ്യ ഇയാൾക്ക്. അപ്പൊ ഇയാൾ വിളിച്ചു പറയാനെടോ സുഹൃത്തെ എന്നൊന്ന് സഹായിക്കുക, എന്നെ നീ ഒന്ന് കരകയറ്റിയെന്ന് പറഞ്ഞാൽ കാഫറായി പോയാ. അത്ര വലിയ തൗഹീദിന്റെ ആളാണെങ്കിൽ വേറെ ആളെ വിളിക്കാൻ പാടില്ല. അവിടെ കിടന്നിട്ട് യാ അല്ലാഹ് എന്നെ കുഴിയിൽ നിന്ന് കേറ്റണേ, എന്നെ കുഴിയിൽ നിന്ന് കേറ്റണേ എന്ന് പറഞ്ഞ അവിടെ കിടക്കണം. അവിടെ കിടന്ന് ചത്തുപോകുള്ളൂ.
അത് ശിർക്കായി പോകുമോ? മറ്റൊരാളോട് സഹായം തേടുന്ന ശിർക്കാവുന്നതിന് ഇബാദത്ത് ശിർക്ക് ഓക്കെ, പക്ഷെ ഒരാളോട് സഹായം അർത്ഥിക്കുന്ന ശിർക്കാവണം എങ്ങനെ? എനിക്ക് മനസ്സിലാവില്ല. ബുദ്ധിയുള്ള ഒരാൾക്കും സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും അത് അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയില്ല. ആരോടെങ്കിലും ഒരു സഹായം ചോദിക്കുന്നതോ സഹായത്തിന് ഒരാളെ വിളിക്കുന്നതോ അത് ശിർക്കാവണം എങ്ങനെ? അപ്പൊ നമ്മൾ ഇയാളെ വിളിച്ചത് എന്തുകൊണ്ട് ശിർക്കായില്ല? വീണ് കിടന്നിടത്ത് അയാളെ വിളിച്ച് എന്നൊന്ന് എഴുന്നേൽപ്പിക്കുക എന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് സഹായം സ്വീകരിച്ച് നാം വീണ സ്ഥലത്ത് എഴുന്നേൽക്കുന്നുവെങ്കിൽ അത് ശിർക്കാവാതിരിക്കാൻ കാരണം എന്താണ്? ആ മനുഷ്യനെ അപ്പൊ വിളിച്ച് സഹായം തേടിയത് അയാൾക്ക് ആരാധനക്ക് അർഹതയുണ്ട് എന്ന് കൽപ്പിച്ചുകൊണ്ടല്ല, അതുകൊണ്ടാണ്. അതേ സ്ഥാനത്ത് അയാൾക്ക് ആരാധനക്ക് അർഹതയുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയാണോ ആ കുഴി കിടന്നുകൊണ്ട് ഈ മനുഷ്യൻ വിളിച്ചു പറയുന്നെങ്കിൽ അത് ശിർക്കാണ്. അപ്പോൾ വിളിയുടെ സങ്കല്പത്തിലുള്ള വ്യത്യാസമാണ് ശിർക്കും തൗഹീദും തമ്മിലുള്ള അന്തരം വേർതിരിക്കുന്നത്. വിളിയിലുള്ള വിശ്വാസത്തിന്റെ അന്തരം. വീണ് കിടന്നപ്പോ സഹായിക്കാൻ ഒരു മനുഷ്യനെ വിളിച്ചത് ആ മനുഷ്യൻ അല്ലാഹുവാണെന്ന വിശ്വാസത്തിലല്ല, തന്നെ പൊക്കി എഴുന്നേൽപ്പിക്കാൻ കെൽപ്പുള്ള ആളാണ് എന്ന വിശ്വാസത്തിലും മനുഷ്യനാണ്, അള്ളാന്റെ അടിമയാണെന്ന വിശ്വാസത്തിലാണ്. ഇനി കഴിവില്ലാത്ത ആളെ വിളിച്ചാലും ശിർക്കായി പോകുമോ? ഒരു 10, 80, 90 കിലോ തൂക്കമുള്ള ഒരാളാണ് വീണ് കിടക്കുന്നത്, ആരെയും കാണാനില്ല. അപ്പൊ എന്നൊന്ന് പൊക്കിയെടുപ്പിക്കുന്ന ഒരു 5 വയസ്സുകാരനായ ഒരു കുട്ടി പോയപ്പോ ആ കുട്ടിയോട് പറഞ്ഞു, അപ്പൊ ശിർക്കാകുമോ? ഇല്ല. കഴിവില്ലാത്ത ആളോട് പറഞ്ഞാൽ വിളിച്ചാലും മുശ്രിക്കാവൂലല്ലോ. ഈ 5 വയസ്സുകാരന് 80 കിലോ ഭാരമുള്ള ആളെ പൊക്കിത്താങ്ങി എഴുന്നേൽപ്പിക്കാൻ പറ്റൂല. അപ്പൊ മോനെ എന്നൊന്ന് എഴുന്നേൽപ്പിക്കുക പറഞ്ഞാൽ അതൊരു വിഡ്ഢിത്തന്നേ പറയാനും. അപ്പോൾ ശിർക്കാകൂല. ഇല്ലാത്ത ആളെ ആണെങ്കിൽ പോലും അയാൾ ദൈവമല്ല എന്ന വിശ്വാസത്തിൽ ആരാധകർക്ക് അർഹത കൽപ്പിക്കാതെ ഒരാൾ സഹായം അർത്ഥിച്ചാൽ അപ്പോഴും ശിർക്കാകാൻ പോകുന്നില്ല. അല്ലാഹു അല്ലാത്ത മറ്റാരോടും സഹായം തേടാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹു അല്ലാത്ത മറ്റാരോടെങ്കിലും സഹായം തേടൽ അത് ഇബാദത്താകുമായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് സഹായം തേടിയിട്ടില്ലേ? അത് നബി ആരാധിക്കലാണോ എങ്കിൽ ആരൊക്കെ നരകത്തിൽ പോകും? ഖുർആനിന്റെ പ്രഖ്യാപനം അനുസരിച്ചുകൊണ്ട് ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ. നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളും സകലതും നരകത്തിലാണ്. അപ്പോ നബിയോട് സഹായം തേടുക എന്നത് അള്ളാഹുവിനെ എടുക്കുന്ന ഇബാദത്ത് പോലത്തെ ഇബാദത്താണെങ്കിൽ ആരൊക്കെ നരകത്തിൽ പോകും? സഹായം തേടിയ ആളും നരകത്തിൽ പോകേണ്ടി വരും, നബിയും നരകത്തിൽ പോകേണ്ടി വരില്ലേ? ആരാധ്യനും ആരാധിച്ചവരും ആരാധിക്കപ്പെടുന്നവരും നരകത്തിലാണ് ഖുർആൻ പറയുന്നത്. ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാത്തവർ ആരാധിക്കുന്ന വസ്തുക്കളും എല്ലാം തന്നെ ഹസബു ജഹന്നം, നരകത്തിലുള്ള വിറകുകളാണ് കേട്ടോ. അവർ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വസ്തുക്കളാണ് എന്ന് ഖുർആൻ പറയുമ്പോ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും നരകത്തിൽ പോയി എന്ന് വരൂലേ? അപ്പൊ പറയും മനുഷ്യ കഴിവിന് ഗോചരമല്ലാത്ത വസ്തുക്കൾ ചോദിച്ചാൽ ശിർക്കാകുന്നു. ഒരാൾക്ക് കഴിയാത്തൊരു വസ്തു ഒരാളോട് ചോദിക്കുക ശിർക്കാവണം എങ്ങനെ? അതിന് വിഡിത്തം തന്നെ പറയാൻ പറ്റൂ. അഷ്ടിക്ക് വകയില്ലാത്ത ഒരാള്, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, അയാളോട് ഒരു ബുദ്ധിമുട്ടുകാരൻ ചെന്നിട്ട് പറയാം എനിക്ക് നിങ്ങൾ 1,00,000 റുപ്യ കടം തരണം എന്ന് പറഞ്ഞാൽ അയാൾ മുസ്ലിക്കാകോ? അയാൾ ഹംഗത്തരം പറഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ നമ്മളെ സഹായിക്കാൻ കഴിവില്ലാത്ത ഒരാളോട് സഹായം ആവശ്യപ്പെടുന്നതും ശിർക്കാകൂലല്ലോ. അതൊരു വിഡ്ഢിത്തരമല്ലേ ആകൂ. ഇവിടെ ശിർക്ക് വരുന്നത് എപ്പോഴാ? ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട്, സ്വയം പര്യാപ്തത കൽപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പോലെ ആരാധനക്ക് അർഹത കൽപ്പിച്ചുകൊണ്ട് മറ്റൊരാളെ ആരാധന ചെയ്യലാണ്.
അത് സുജൂദ് ചെയ്യൽ മാത്രമല്ല, അവർക്ക് വേണ്ടി റുക്കൂ ചെയ്യൽ മാത്രമല്ല, അങ്ങനെ സങ്കല്പിക്കൽ പോലും ഇബാദത്താണ്. അല്ലാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെങ്കിലും ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ബഹുമാനപ്പെട്ട പുണ്യപ്രവാചകന് സ്വയം പര്യാപ്തത കൽപ്പിച്ചുകൊണ്ടാണ് എങ്കിൽ അവനപ്പം മുശ്രിക്കായി പോയി. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹുവിനെ പോലെ കഴിവുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാള് ബഹുമാനപ്പെട്ട പുണ്യപ്രവാചകനെ യാ ഹബീബി യാ മുഹമ്മദ് യാ റൂസൽ ഖാഫിഖീനി യാ മുഅയ്യദ് യാ മുമജ്ജദ് യാ ഇമാമൽ ഖിബ്ലതൈനി യാ നബി സലാം അലൈക്കും അങ്ങനെ വിളിക്കുന്നത് അല്ലാഹുവിനെ പോലെ സ്വയം പര്യാപ്തമായ കഴിവുള്ള പ്രവാചകരാണെന്ന് വിശ്വാസത്തിലാണെങ്കിൽ അത് ശിർക്കാണ്. അന്ത ശംസുൻ അന്ത ബദിറുൻ അന്ത നൂറും ഫൗക നൂരി അന്ത ഇക്സീറും വഗാലി അന്ത മിസ്ബാഹുസ് സുദൂരി യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും. നബി അവിടുന്ന് ഒരു ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന വസ്തു എന്നല്ല, അതിനേക്കാൾ ഉപരി പ്രകാശപൂരിതമായ പ്രവാചകനാണെന്ന് വിളിക്കുന്നത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വയം പര്യാപ്ത കൽപ്പിച്ചുകൊണ്ടാണെങ്കിൽ അതും ശിർക്ക് തന്നെ. അപ്പൊ സ്വയം പര്യാപ്തനാണ് എന്ന വിശ്വാസത്തിൽ മറ്റൊരാളെ ആരാധിക്കുന്നതും വിളിക്കുന്നതും ഇബാദത്ത് സുജൂദ് ചെയ്ത് മാത്രമല്ല, വിളിക്കുന്നതടക്കം ശിർക്കാണെന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസ പ്രമാണം. ഈ സുന്നികളെ മുശ്രിക്കാക്കാൻ ഇവിടെ തന്റെ ഇടം കാണിക്കുന്ന ഒരു തരം ആളുകൾ, അവരുടെ ബുദ്ധി വളരെ പിന്നിലാണ്, അവർക്ക് വിവരം വെച്ചിട്ടില്ല എന്നല്ലാതെ നമുക്കെന്ത് പറയാൻ കഴിയും? അവിടെ അല്ലാഹുവിന്റെ റസൂലിന് പോലും അങ്ങനത്തെ കഴിവൊന്നുമില്ല. അല്ലാഹ് കൊടുക്കാത്ത കഴിവ് ഈ ലോകത്ത് ആർക്കും തന്നെ കിട്ടൂല. അത് നബിയാണെങ്കിലും ശരി, ഒരു വലിയാണെങ്കിലും ശരി, അല്ലാഹ് കൊടുക്കുന്ന കഴിവല്ലാതെ മറ്റൊരു കഴിവും ആർക്കുമില്ലെന്ന വിശ്വാസമാണ് സുന്നികളുടേത്. അല്ലാഹ് കൊടുത്ത ആർക്കും കഴിവുണ്ടാവൂലേ? ഉണ്ടാകും. ദജ്ജാൽ വരും, അത് എല്ലാവരും വിശ്വസിക്കുന്ന ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി, അവൻ കാഫിറാണ്. അവന്റെ നെറ്റിയിൽ നെയിം പ്ലേറ്റ് ഉണ്ട്, കാഫിർ എന്ന് പറഞ്ഞിട്ട് നെയിം പ്ലേറ്റ് ഘടിപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഈ ലോകത്തുള്ള സുന്നികളും മുജാഹിദുകളും ജമാഅത്തുകാരും എന്നല്ല, ഏതെല്ലാം പ്രസ്ഥാനക്കാരുണ്ടോ നിസ്കരിക്കുന്ന ആളുകളൊക്കെ അവസാനത്തെ തഹിയ്യാത്തിൽ പറയും വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. 5 നേരം ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് പടച്ചോനെ നീ കാക്കണേ എന്ന് ദ്വാരക്കാൻ എല്ലാരോടും കൽപ്പിച്ചിരിക്കുന്നു. സുന്നികൾ പറയുന്നു, മറ്റുള്ള മുബ്തദികൾ പറയുന്നു, സുന്നീതര കക്ഷികൾ പറയുന്നു, ലോകത്തുള്ള നിസ്കരിക്കുന്ന സകല മുസ്ലിങ്ങളും പറയുന്നുവെങ്കിൽ ഈ ദജ്ജാലിന് എന്താ കഴിവ്? ദജ്ജാലിന് എന്താ കഴിവ്? മരിച്ച ആളെ ജീവിപ്പിക്കാൻ ദജ്ജാലിന് കഴിയും, അത്ഭുതങ്ങൾ കാണിക്കാൻ ദജ്ജാലിന് കഴിയും. സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത അസാധാരണമായ സംഭവങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഈമാൻ തകരാറിലാക്കാൻ ഈ ദജ്ജാലിന് കഴിവുള്ളത് കൊണ്ടാണ് ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് സുന്നികളും അല്ലാത്തവരും അള്ളാഹിനോട് കാവലിനെ തേടുന്നത്. നമ്മളെ പോലത്തെ വെറും മനുഷ്യൻ മാത്രമാണ് ദജ്ജാലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ കഴിവൊന്നും ദജ്ജാൽ ഇല്ല എങ്കിൽ ഇവരെന്തിനാമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ ദുആരക്കണ് അത്തഹിയാത്തി നളങ്ങി വെട്ടിക്കളയടോ. ഇനിമേൽ അങ്ങനെ പറയാൻ പാടില്ല. അതല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ വിശ്വാസമുണ്ട് ദജ്ജാലിന് കഴിവുണ്ട്, നമ്മളെക്കാൾ കഴിവുണ്ട്. ദജ്ജാല് സാധാരണ ആളല്ല എന്ന് ഇവർക്ക് വിശ്വാസമുള്ളത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ ദജ്ജാല് വരണമെങ്കിൽ വരട്ടെ, ഇവിടെ സംഘടന സുശക്തമല്ലേ? ദജ്ജാലാകുന്ന ഒരാളെ നേരിടാൻ കേരള വ്യാപകമായി കിടക്കുന്ന അല്ലെങ്കിൽ ലോക വ്യാപകമായി കിടക്കുന്ന ഒരു ഈ പ്രസ്ഥാനക്കാരെ വിചാരിച്ച ഒരു ദജ്ജാലിനെ അടക്കി നിർത്താൻ കഴിയില്ല. അങ്ങനെ കഴിയില്ല എങ്കിൽ ഒരു പ്രസ്ഥാനത്തെ പോലും ലോകത്താകമാനം വ്യാപകിച്ച് കിടക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് പോലും ഈ ഒരൊറ്റ വ്യക്തിക്ക് തടയാൻ സാധ്യമല്ല എന്നാണ് നിങ്ങൾക്ക് വിശ്വാസമെങ്കിൽ ഈ ദജ്ജാലാകുന്ന കാഫിർ ഈ ലോകത്തുള്ള സകല മനുഷ്യരെക്കാൾ ശക്തനാണെന്ന വിശ്വാസമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ നിസ്കാരത്തിൽ 5 നേരം വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ തുറന്നുകൊണ്ടിരിക്കുന്നത് ആണ്.
അപ്പൊ ദജ്ജാലിന് എന്തായാലും പേടിയുണ്ട് ഇവർക്ക്, അതുറപ്പ്. അപ്പൊ ദജ്ജാലിന് കഴിവുണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നു. അപ്പൊ ദജ്ജാലിന് കഴിവുണ്ട്, അസാധാരണ അമാനുഷിക കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് റസൂലുള്ളാഹിക്ക് കഴിവുണ്ടെന്ന് വിശ്വസിക്കാൻ എന്തേ പ്രയാസം? സഹാബത്തിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കാൻ എന്തേ പ്രയാസം? ഔലിയാക്കൾക്ക് കഴിവുണ്ടെന്ന് വിശ്വസിക്കാൻ എന്തേ പ്രയാസം? ഒരു കാഫിറായ ദജ്ജാലിന് പോലും അങ്ങനെ കഴിവുണ്ടെന്ന് വിശ്വസിച്ച് ആ കഴിവുള്ള ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് 5 നേരവും നിസ്കാരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇവര് വാസ്തവത്തിൽ സമ്മതിക്കുന്നു ദജ്ജാലിന് അസാധാരണ കഴിവുണ്ട് എന്ന്. അപ്പൊ അസാധാരണ കഴിവുണ്ടെന്ന് കാഫിറിന് പോലും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിനുണ്ടെന്ന് വിശ്വസിച്ചാൽ എന്താണ് സുഹൃത്തേ? നീ ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്ക്. നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിലും മൂളയുണ്ടെങ്കിലും മണ്ടയുണ്ടെങ്കിലും